അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നാം ചെയ്യുന്ന പാപങ്ങൾ, അത് പാപങ്ങളായി എവിടെയാണ് നിൽക്കുന്നത് എന്നും അങ്ങനെ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥ എന്ത് എന്നുമൊക്കെയാണല്ലോ നാം ഏതാനും ക്ലാസ്സുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൽ ബാധിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് നാം വിശദീകരിച്ചു. ഇസ്മ് എന്ന ഭാഗം വിശദീകരിച്ചപ്പോൾ അതേപോലെ തന്നെ ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിലും പാപങ്ങൾ ഉണ്ട്, പാപങ്ങൾ പ്രവേശിക്കുന്നു എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഖതീഅത്ത് എന്ന വിഷയം, പാപങ്ങളിൽ ഖതീഅത്ത് എന്ന വിഷയം സംസാരിച്ചപ്പോൾ നാം സൂചിപ്പിച്ചത്. വുളൂഇന്റെ ഹദീസിലൂടെ ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടു. ഹൃദയത്തിൽ ബാധിക്കുന്ന കറുത്ത കുത്തുകൾ വ്യാപിച്ച് ഗുരുതരാവസ്ഥയിൽ ആകുന്നത് പോലെ, അത് വലുതാകുന്നത് പോലെ ശരീരത്തിലുള്ള ഖതീഅത്തും വ്യാപിക്കുന്നതാണ് എന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറ 81-ാമത്തെ വചനത്തിൽ ഉണർത്തുകയാണ്, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു. നിസ്സംശയം, ബലാ നിസ്സംശയം, മൻ കസബ സയ്യിഅതൻ ഒരാൾ ഒരു കുറ്റകൃത്യം പ്രവർത്തിച്ചു, വഅഹാതത് ബിഹി അതുകൊണ്ട് അവനെ വലയം ചെയ്യുകയും ചെയ്തു, ഖതീഅതുഹു അവന്റെ ആ പാപ വലയം അഥവാ ശരീരത്തിൽ ഉണ്ടാകുന്ന പാപ മാലിന്യം അവന്റെ മൊത്തം ശരീരത്തിൽ വ്യാപിക്കുകയും അതിനെ ആവരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പാപങ്ങൾ ശരീരത്തിനെ മൊത്തത്തിൽ വ്യാപിക്കുന്ന തരത്തിൽ ഗുരുതരാവസ്ഥയിലെത്തുന്നു, വലുതാകുന്നു എന്ന കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തുന്നു. ഖതീഅത്ത് എന്ന പദത്തിന് നാം പാപ മാലിന്യം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആശയം സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശോധിച്ചാൽ അതിനെ നമുക്ക് കൃത്യമാക്കി മനസ്സിലാക്കി തരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആയത്തുകളിലൂടെ നമുക്കത് ബോധ്യപ്പെടാൻ സാധിക്കും. ദറന് എന്ന് പറഞ്ഞാൽ മാലിന്യം, ചളി എന്നൊക്കെയാണ് അതിന് അർത്ഥം. ദറനു പോലെ, ഖതീഅത്തിനെ വിശദീകരിച്ച് അത് ദറനു പോലെ, ഒരു ബാഹ്യമായി ശരീരത്തിൽ കാണുന്ന ഒരു ചളി പോലെ അല്ലെങ്കിൽ മാലിന്യം പോലെ എന്ന് വിശദീകരിച്ചത് കാണാം. ദനസ് എന്ന് വിശദീകരിച്ച് കാണാം. ദനസ് എന്ന് പറഞ്ഞാലും മാലിന്യം, അഴുക്ക്, മാലിന്യം, അഴുക്ക് എന്നൊക്കെ അർത്ഥത്തിൽ ശരീരത്തിൽ വസ്ത്രത്തിലൊക്കെ മാലിന്യമാവുക, അഴുക്കാവുക എന്നതിന് ദനസ്, കാണുന്ന, ശരീരത്തിൽ കാണുന്ന അല്ലെങ്കിൽ വസ്ത്രത്തിൽ കാണുന്ന അഴുക്ക്, അതുപോലെ എന്ന് വിശദീകരിച്ചത് കാണാം. നജസ് എന്നും വിശദീകരിച്ചത് കാണാം വിശുദ്ധ ഖുർആനിൽ. പൂർണ്ണമായ അശുദ്ധി ബാധിക്കുക, ശരീരം പൂർണ്ണമായി അശുദ്ധി ബാധിക്കുക. നമുക്ക് ഹദീസുകളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടാം. ഒന്ന്, നജസ് എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി നമുക്ക് സൂറത്തു തൗബയിൽ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കുകൾ നജസ്സുകൾ തന്നെയാണ്.
നജസായി മാറുക, ശരീരം മുഴുവനായി അശുദ്ധി ബാധിച്ച അവസ്ഥക്കാണല്ലോ നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി ബാധിച്ചത്. അങ്ങനെ അശുദ്ധി ബാധിച്ച അവസ്ഥ മുശ്രിക്കുകൾക്ക് ആയിത്തീരുന്നു. മുശ്രിക്കുകൾ അങ്ങനെ ആയിത്തീരും. എന്താണ് ശിർക്ക്, മുശ്രിക്ക് എന്നൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. ഏതായിരുന്നാലും അത്തരം പാപങ്ങളിലൂടെ ശരീരം നജസായി മാറുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തുന്നു. നമുക്ക് ഹദീസുകളിലൂടെ പരിശോധിച്ചു നോക്കാം. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു വചനമാണത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തു, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്തിൻ. റസൂലുള്ളാഹ് ഒരു ഉദാഹരണത്തിലൂടെ വിശ്വാസികൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അറഅയ്തും അന്ന നഹറൻ ബിബാബി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ പടിക്കലൂടെ, വീടിന്റെ പടിവാലിന്റെ അടുത്തുകൂടെ ഒരു നദി ഒഴുകുന്നു, ഒരു ശുദ്ധമായ നദി ഒഴുകുന്നു. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്തിൻ, ഓരോ ദിവസവും കൃത്യസമയം പാലിച്ചുകൊണ്ട് 5 തവണ അതിൽ കുളിക്കുകയും ചെയ്യുന്നു നിങ്ങൾ. ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അവനിൽ ദറന്, പുറത്ത് കാണുന്ന ചളി അല്ലെങ്കിൽ അഴുക്ക് കാണുമോ? അവന്റെ ശരീരത്തിൽ നോക്കിയാൽ കാണുന്ന അഴുക്കുണ്ടാകുമോ? എന്തെങ്കിലും കാണുമോ? കുളിച്ചു കയറി വന്ന, അതായത് 5ാമത് കുളിച്ചു കയറി വന്ന ഒരു വ്യക്തി നോക്കൂ, 5 പ്രാവശ്യം കുളിച്ചു. അങ്ങനെ ഓരോ പ്രാവശ്യം കുളിച്ചിട്ട് ശരീരം വൃത്തിയാക്കി, എന്നിട്ട് അയാളുടെ ശരീരത്തിൽ അഴുക്ക് നോക്കിയാൽ കാണുമോ? ഖാലു, അവർ പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അവന്റെ ശരീരത്തിൽ നോക്കിയാൽ കാണുന്ന തരത്തിലുള്ള ഒരഴുക്കും ഉണ്ടാവില്ല, അഴുക്കും കാണാൻ സാധ്യമല്ല. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മസൽ, അതാണ് ഉദാഹരണം കേട്ടോ. അസ്സലവാത്തിൽ ഖംസി, 5 നേരം നമസ്കരിക്കുന്നു, യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, ആ നമസ്കാരം കൊണ്ട് അവന്റെ ശരീരത്തിലുള്ള പാപമാലിന്യത്തെയും മായ്ച്ചു കളയുന്നു. അവന്റെ ശരീരത്തിലുള്ള പാപമാലിന്യങ്ങളെ മായ്ച്ചു കളയുന്നു ഈ 5 നമസ്കാരങ്ങൾ. നമ്മളൊക്കെ കടമ നിർവഹിക്കുവാൻ വേണ്ടി, ആ കടമയിൽ നിന്ന് തലയൂരാൻ വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു കർമ്മമല്ല. നമസ്കരിക്കുക, സ്വലാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതെന്തിനാണ് അള്ളാഹു, ശാരീരികമായ കർമ്മങ്ങൾ. ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ പോരെ? നമുക്ക് നമ്മുടെ പണിയും ജോലിയും ഒക്കെയാണ് നീങ്ങുന്ന സമയത്ത് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ മാത്രം പോരെ? എന്തിനാണ് ശരീരം കൊണ്ട് ഇങ്ങനെ ആംഗ്യവും പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നത്? ശരീരത്തിൽ നിന്നും നീങ്ങേണ്ടത് ശരീരം കൊണ്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ശരീരം കൊണ്ട്, ധനം കൊണ്ട് ഒക്കെ നമുക്ക് കർമ്മങ്ങൾ തന്നിരിക്കുന്നത്. നമുക്കറിയാം 5 നിർബന്ധ കർമ്മങ്ങളെ പറ്റി, ആ ഇബാദത്തുകളെ പറ്റി പറഞ്ഞിടത്തൊക്കെ എന്താണ്? നോമ്പ് നോറ്റാൽ പാപം പുറത്തുക്കപ്പെടും, ഹജ്ജ് ചെയ്താൽ ഒരു കുഞ്ഞിനെ പോലെ ഒരു പാപവുമില്ലാതെ, നമസ്കാരത്തെപ്പറ്റി, ഇങ്ങനെ തുടങ്ങി ഓരോന്നും ചെയ്യുന്നതിന്റെ യുക്തി എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഖതീഅത്തുകൾ, പാപമാലിന്യങ്ങൾ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇതൊക്കെ. നോക്കുക, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും സൂറത്തുൽ ഫാത്തിഹയുടെയും ഇടയിലുള്ള പ്രാർത്ഥന, ദുആഉൽ ഇഫ്തിതാഹ് എന്ന് നമ്മൾ പറയുന്ന പ്രാർത്ഥന, അതിലൊന്ന് മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിലൂടെ, മുകളിൽ പറഞ്ഞ ഹദീസും നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസും മുത്തഫഖുൻ അലൈഹിയാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ തെളിവ്. അങ്ങനെയുള്ളൊരു മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഒരുപോലെ നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു വചനം, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
ഇദാ കബ്ബറ ഫി സ്വലാത്തി സക്കത ഹനിയതൻ ഖബ്ല അൻ യഖറഅ. ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം കുറച്ചു സമയം റസൂലുള്ളാഹ് മൗനമായി നിൽക്കുന്നത്, നിശബ്ദനായി നിൽക്കുന്നത് കാണുന്നു, ചെയ്യാറുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബി അബീ വ ഉമ്മി, ദൈവദൂതരെ, അങ്ങയോടുള്ള സ്നേഹത്തിന് പകരം ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും ബലിയാക്കുകയാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ബലിയായിരിക്കട്ടെ. അതിനേക്കാൾ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, സുക്കൂത്തുക്ക, അങ്ങയുടെ സുക്കൂത്ത്, മൗനമായി നിൽക്കുന്ന സന്ദർഭം, ബൈന തക്ബീരി വൽ ഖിറാഅത്തി, ഖിറാഅത്തിന്റെയും തക്ബീറിന്റെ ഇടയിൽ, മാ തഖൂലു, എന്താണ് പറയാറുള്ളത്? അപ്പോൾ എന്ത് ദിക്റാണ് പറയാറുള്ളത്? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖൂലു അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ക അസ്സൗബുൽ അബീദു മിനദ് ദനസി, അല്ലാഹുമ്മ അഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദി. മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഈ പ്രാർത്ഥന ദുആഉൽ ഇഫ്തിതാഹി, ഫർദ് നമസ്കാരത്തിന്റെ ശേഷം നബി സാധാരണ പതിവാക്കിയിരുന്ന ദുആ. ഒരുപാട് ഇഫ്തിതാഹിന്റെ ദുആകളുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ റൂഹുണ്ട്, ആത്മാവുണ്ട്. ഈ ഒരു പ്രാർത്ഥന ഒന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹുമ്മ ബായിദ് ബൈനി, അല്ലാഹുവേ എന്നിൽ നിന്ന് നീ ബായിദ് ബൈനി വ ബൈന ഖതായായ, എന്റെയും എൻ്റെ ഖതീഅത്തുകളെയും അകൽച്ച ഉണ്ടാക്കണമേ, എന്നിൽ നിന്ന് വിടർത്തി അകറ്റി നിർത്തണമേ, എൻ്റെ ശരീരത്തിൽ നിന്നും അത് വേർപ്പെടുത്തി തരയണമേ. ബായിദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെ അകറ്റി നിർത്തിയോ അതുപോലെ അകറ്റി നിർത്തണം എൻ്റെ രക്ഷിതാവേ എൻ്റെ ഖതീഅത്തുകൾ, എൻ്റെ ശരീരത്തിൽ വന്നുപെട്ട ഖതീഅത്തുകൾ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ, എൻ്റെ ഖതീഅത്തുകളെ നീ ക്ലീനാക്കി തരണേ, ശുദ്ധമാക്കി തരണമേ, നഖിയാക്കി തരണമേ. കമാ യുനഖ്ക അസ്സൗബുൽ അബീദു മിനദ് ദനസ്. അവിടെ നോക്കുക, ദനസ്, അഴുക്ക്, ശരീര വസ്ത്രത്തിൽ കാണുന്ന അഴുക്ക്. ഒരു വെളുത്ത വസ്ത്രത്തിൽ കാണുന്ന അഴുക്കിനെ എങ്ങനെയാണോ വൃത്തിയാക്കപ്പെടുന്നത്, അതുപോലെ എൻ്റെ ശരീരത്തിൽ നിന്നും ഖതീഅത്തുകളെ നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ, ക്ലീനാക്കി തരണേ പഠിച്ചവനെ. അല്ലാഹുമ്മഗ്സിൽനി, അല്ലാഹുവേ എന്നെ കഴുകി വൃത്തിയാക്കി തരണമേ, മിൻ ഖതായായ എൻ്റെ ഖതീഅത്തുകളിൽ നിന്ന്, ബിൽ മാഇ, ശുദ്ധജലം കൊണ്ട്, വസ്സൽജി, മഞ്ഞു തുള്ളികൾ ഉപയോഗിച്ച്, തണുത്ത ശുദ്ധമായ തുള്ളികൾ ഉപയോഗിച്ച് എൻ്റെ ഖതീഅത്തുകൾ കഴുകി വൃത്തിയാക്കി തരണമേ. വൽ ബറദി, തണുത്ത വെള്ളം, ഐസ് ഉരുകി ഉണ്ടായ തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളം കൊണ്ട് ആ വെള്ളം തലോടി, ആ വെള്ളം കൊണ്ട് തഴുകി എൻ്റെ ഖതീഅത്തുകളെ നീ ശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷിതാവേ, എന്നെ സൃഷ്ടിച്ചവനെ, അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്ത് വികാരമാണ് ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലുള്ളത്? എന്താണ് ഞാൻ ഈ പറയുന്ന ഖതീഅത്ത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര കൃത്യമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് ഉണർത്തിത്തരുന്നത്. അതുപോലെ തന്നെ നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളുടെയും ആത്മാവ് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഖതീഅത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ പരിപൂർണമായി ശുദ്ധീകരിച്ച് വൃത്തിയാക്കി, ആ ശരീരം ശുദ്ധമായ രൂപത്തിൽ, അതാണ് മരിച്ചതിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലുള്ളത്. ആ ഖതീഅത്ത് ശരീരത്തിൽ നീക്കി കൊടുക്കാനാണ്. അതിനു വേണ്ടിയാണ് ആ കുളി, മയ്യത്തിനെ കുളിപ്പിക്കൽ. ഇതൊക്കെ ശരീരത്തിൽ വരുന്ന ഈ മാലിന്യങ്ങളെ, പാപമാലിന്യങ്ങളെ കഴുകിക്കളയുന്ന രൂപങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ
കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അമലുകളുടെ ലക്ഷ്യവും ബോധ്യത്തോടു കൂടെ വളരെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ചെയ്യുന്ന അമലുകളായി സ്വീകരിക്കപ്പെടുന്ന അമലുകളായി കബൂലാക്കപ്പെടുന്ന അമലുകളാക്കി സ്വീകരിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.